30ാമത്തെ വയസ്സിലാണ് ജീനയുടെ മുഖത്തെ ചിരി മായുന്നത്. കോവിഡിന് ശേഷവും നീണ്ടുനിന്ന ചുമ ശ്വാസകോശ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ ജീവിതം വഴിമുട്ടി. രോഗം തിരിച്ചറിഞ്ഞപ്പോഴേക്കും രോഗം അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. തോറ്റുകൊടുക്കാൻ പക്ഷേ ജീന ജോസഫ് തയ്യാറായിരുന്നില്ല. ജീവിതത്തോടും രോഗത്തോടും ഒരുപോലെ പൊരുതി ഒടുവിൽ 5 വർഷം കൊണ്ട് രോഗം നിയന്ത്രണത്തിലായി. രോഗം മൂർച്ഛിച്ചതോടെ ജോലി ഉപേക്ഷിക്കേണ്ടിയും വന്നു. പിന്നീടാണ് കേക്ക് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമായിരുന്നു ആദ്യ വിപണി. പിന്നീട് അമല ആശുപത്രിയിലെ അധികൃതരുടെ സഹായത്തോടെ ക്രിസ്മസ് കാലത്ത് ആശുപത്രിയിൽ തന്നെ സ്റ്റാൾ ആരംഭിച്ചു. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ലങ് ക്യാൻസറാണ് എനിക്ക്. ഇപ്പം ഞാൻ 5ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. എന്നാലും ഇപ്പോൾ എനിക്കെല്ലാം സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അമലയിലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു കേക്കിൻ്റെ സെയിലുണ്ട്. അത് ഇവരെ അച്ഛന്മാരായിട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ മോളുടെ പേരാണ് സേറ എന്ന്. അപ്പോൾ മോളുടെ പേരിൽ തന്നെയാണ് ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നത്. സേറാസ് കേക്ക്സ് എന്നാണ് കേക്കിൻ്റെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര്. അപ്പോൾ ക്രിസ്മസ് സീസണിലാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ 3 കൊല്ലമായി ഞാനിവിടെ സെയിൽ ചെയ്യുന്നു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ മാനേജ്മെൻറ്റും എല്ലാവരും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഡോക്ടർമാരുടെ സഹായത്തോടെ ജീവിതം തിരിച്ചുപിടിച്ച ജീനയ്ക്ക് കേക്ക് ബിസിനസ്സിലും പരിപൂർണ പിന്തുണയാണ് ഡോക്ടർമാർ നൽകുന്നത്. വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു ക്യാൻസറിനെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതും ക്യാൻസർ ചെറിയ സ്റ്റേജിലൊന്നല്ല, 4ാമത്തെ സ്റ്റേജിലുള്ള ഒരു അസുഖമായിട്ടും കൂടി ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടും എടുത്തുകൊണ്ട് പോകുന്നു. നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആളിപ്പോഴും ആളുടെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ചിയർഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാളാണ്. കേക്ക് ഉണ്ടാക്കൽ മാത്രമല്ല, ഐ തിങ്ക് ജീനയ്ക്ക് ഒരു ചുരിദാർ ബൊട്ടീക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതും ഒരു ചെറിയൊരു മോളും ഉണ്ട്. അവരെല്ലാം ഒരുമിച്ച് നല്ല പ്ലസൻ്റായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഓഫ് ഡിസീസിലും നല്ല പ്ലസൻറ്റും നല്ല ധൈര്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അത് ഇറ്റ് ജസ്റ്റ് ഷോസ് ഈ ഒരു ഡിസീസിനോടുള്ള സൊസൈറ്റിയുടെ ഒരു ഔട്ട്ലുക്ക് മാറുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ജീന. മകളുടെ പേരായ സൈറ എന്ന പേരാണ് സംരംഭത്തിന് നൽകിയിരിക്കുന്നത്. ഓൺലൈനായും ഇപ്പോൾ വിൽപ്പന നടത്തുന്നു. ഭർത്താവ് ആൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. മകൾ സൈറ UKG വിദ്യാർത്ഥിയുമാണ്. ക്രിസ്മസ് ആയതോടെ ജീനയുടെ പ്ലം കേക്കിന് ആവശ്യക്കാർ ഏറെയാണ്. ആശുപത്രിയിലും വീട്ടിലുമായി ഇതുവരെ നിരവധി കേക്കുകളാണ് ജീന വിറ്റഴിച്ചത്. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.